ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 120 കിലോ യൂസർ കപ്പാസിറ്റി ഉള്ള 2.5 HP മോട്ടോർ കപ്പാസിറ്റി വരുന്ന അത്യാവശ്യം നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു ട്രെഡ്മില്ലാണ്. അപ്പോൾ ഈ ട്രെഡ്മില്ലിന്റെ മോട്ടോർ കപ്പാസിറ്റി വന്നിട്ട് 2.5 HP DC മോട്ടോർ കണ്ടിന്യൂസ് കപ്പാസിറ്റിയും 5 HP പീക്ക് കപ്പാസിറ്റിയാണ് ഈ മെഷീന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ യൂസർ കപ്പാസിറ്റി വന്നിട്ട് 120 kg ആണ് ഇതിന്റെ യൂസർ കപ്പാസിറ്റി വരുന്നത്. ഇതിന്റെ ഡിസ്പ്ലേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം, ഡിസ്റ്റൻസ്, കലോറി, സ്പീഡ്, പൾസ് റേറ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ നമ്മുടെ ട്രെഡ്മില്ലിന്റെ വിഡ്ത്ത് ലെങ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 45 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ബെൽറ്റിന്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ 135 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഹാൻഡിൽ കൺട്രോൾ കീസിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും മറ്റേ സൈഡിൽ നമുക്ക് കൺട്രോൾ കീസ് നമുക്ക് ഹാൻഡിലിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എയർ കുഷൻ എന്ന് പറയുന്ന സസ്പെൻഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇൻക്ലിനേഷൻ വന്നിട്ട് നമുക്ക് മാനുവൽ ഇൻക്ലിനേഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്ലിനേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. 3 ലെവലിലാണ് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് ലെവലിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പാരലൽ ആയിട്ടാണ് മെഷീൻ ഉണ്ടായിരിക്കുക. ലെവല് പാരലൽ ആയിട്ടായിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓരിയിട്ട് അടുത്ത ലെവലിലേക്ക് നമ്മൾ താഴ്ത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലെവൽ വന്നിട്ട് ചെറിയൊരു ലെവൽ അഡ്ജസ്റ്റ്മെന്റ്, ചെറിയൊരു സ്ലോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ മാക്സിമം ഇതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു കയറ്റത്തിലേക്ക് കയറുന്ന ഫീലിങ്സ് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ട്രെഡ്മില്ലിൻ്റെ റണ്ണിങ് ഡക്ക് വന്നിട്ട് നമുക്ക് 18 mm തിക്നെസ് ഉള്ള റണ്ണിങ് ഡക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ ക്വാളിറ്റി വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് ഡിസൈനിൽ വരുന്ന 1.7 mm തിക്നെസ് വരുന്ന ബെൽറ്റാണ് ഈ ട്രെഡ്മില്ലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ഈ വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് നല്ലൊരു മെൻ്റൽ ഫിറ്റ്നസിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നടത്തം ഒരു ശീലമാക്കണം.